إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരവും ഖുർആൻ പാരായണവും സ്വദഖയും ദിക്റുകളും ദുആകളുമെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൻ്റെ രാപ്പകലുകൾ വളരെ ആത്മാർത്ഥമായി ആവേശത്തോടുകൂടി സൽക്കർമ്മങ്ങൾ കൊണ്ട് നിറക്കണമെന്നാണ് ആമുഖമായി ഉണർത്തുവാനുള്ളത്. അല്ലാഹു തആല നമ്മെ സഹായിക്കുമാറാവട്ടെ. പല ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ. റമദാനിൽ സംഭവിച്ച വലിയ ഒരു ദൃഷ്ടാന്തമാണ് ബദർ എന്ന് പറയുന്നത്. എന്താണ് ബദർ? ആരാണ് ബദരീങ്ങൾ? എന്തിനു വേണ്ടിയാണ് ബദറുണ്ടായത് എന്നൊക്കെ ഓരോ വർഷവും നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ആവർത്തിച്ചാവർത്തിച്ച് വിശദീകരിക്കേണ്ടി വരുമാറ് വിശ്വാസരംഗത്തും ആദർശരംഗത്തുമൊക്കെ പലപ്പോഴും പല ആളുകൾക്കും അപജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേവലം യുദ്ധത്തിനു വേണ്ടി സംഘടിച്ച ഒരു പോരാട്ടമല്ല ബദർ എന്ന് പറയുന്നത്. ശത്രുക്കളുടെ രാഷ്ട്രം പിടിച്ചടക്കാൻ വേണ്ടി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നിർവഹിച്ച ഒരു പടയോട്ടമല്ല ബദർ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ബദർ? വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും കൃത്യമായി അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്നു, ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖതാ. ആ രണ്ട് സമൂഹങ്ങളും തമ്മിൽ പരസ്പരം പോരടിച്ചതിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഒരു ദൃഷ്ടാന്തമാണ് ബദർ എന്ന് പറയുന്നത്. ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട് എന്നതിൻ്റെ തെളിവായി, അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകൾ നമുക്ക് മനസ്സിലാക്കുവാനുള്ള തെളിവായി, നമുക്ക് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണമായി അല്ലാഹ് നിശ്ചയിച്ച ഒരു വലിയ ദൃഷ്ടാന്തമാണ് ബദർ എന്ന് പറയുന്നത്. ശത്രുക്കളെ നശിപ്പിക്കാൻ ഒരു യുദ്ധം സംഘടിപ്പിക്കേണ്ട ആവശ്യം അള്ളാഹുവിനില്ല. പല നാടുകളെയും അല്ലാഹു തആല നശിപ്പിച്ചത് ഒരൊറ്റ ഘോര ശബ്ദം കൊണ്ടാണ്. ചിലരെ കാറ്റുകൊണ്ട് നശിപ്പിച്ചു, ചിലരെ വെള്ളപ്പൊക്കങ്ങൾ കൊണ്ട് നശിപ്പിച്ചു. അങ്ങനെ പലരെയും പല രൂപത്തിലും അല്ലാഹുവിൻ്റെ അദാബ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെ, അബൂജഹലടക്കമുള്ള ഇസ്ലാമിൻ്റെ ബദ്ധവൈരികളെ ബദറിൽ വെച്ച് മുസ്ലിങ്ങൾ നേരിടുകയും വളരെ ന്യൂനപക്ഷം വരുന്ന ശത്രു സൈന്യത്തിൻ്റെ 1/3 പോലുമില്ലാത്ത 300-ൽ പരം വരുന്ന സൈന്യം, ആയിരക്കണക്കിന് വരുന്ന അല്ലെങ്കിൽ 1000-ലേറെ വരുന്ന സർവായുധ സജ്ജരായ സംഘത്തെ റമളാനിലാണ് ബദർ നടക്കുന്നത്. റമളാനിൽ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആരാണ് ആ രണ്ട് വിഭാഗം? അല്ലാഹ് പറയുന്നു, ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. ഒന്നാമത്തെ വിഭാഗം അള്ളാന്റെ മാർഗത്തിൽ പോരടിച്ച ആളുകളാണ്. അള്ളാന്റെ മാർഗത്തിൽ പോരാടിയവർ. ദുനിയാവിലെ എന്തെങ്കിലും നേട്ടങ്ങൾ കരസ്ഥമാക്കാനല്ല, യുദ്ധത്തിൽ ഷഹീദായി പിൽക്കാലക്കാർക്കിടയിൽ ശുഹദാക്കളുടെ പേരെണ്ണുമ്പോ ഞങ്ങളുടെ പേര് എണ്ണണമെന്ന ഉദ്ദേശമായിരുന്നില്ല അവർക്ക്. മറിച്ച് സ്വർഗം കൊതിച്ചുകൊണ്ട്, മരണം മുമ്പിൽ കണ്ടുകൊണ്ട്, ഷഹീദാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇസ്ലാമിനു വേണ്ടി പോരടിച്ചവരാണ് സഹാബിമാർ എന്ന് പറയുന്നത്. പല സഹാബിമാരും യുദ്ധത്തിന് പോകുമ്പോൾ അവർ തങ്ങളുടെ കൂട്ടുകാരോട് പറയൽ, യുദ്ധത്തിൽ എനിക്ക് ഷഹീദാകാനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. നമ്മളാണ് എന്താ പറയാ, യുദ്ധത്തിൽ പങ്കെടുത്താൽ ഒരു പോറലും ഏൽക്കാതെ രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ് നമ്മൾ പറയാ. പക്ഷെ പല സഹാബിമാരും പറയുന്നത്, അല്ലാഹുവേ, യുദ്ധത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും അങ്ങനെ ശത്രുവിന്റെ വെട്ടേറ്റ് രക്തസാക്ഷിത്വം വഹിക്കുവാൻ എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പടക്കളത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ടവരാണ് സഹാബിമാർ എന്ന് പറയുന്നത്. അങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ പോരടിച്ചൊരു വിഭാഗം. മറ്റേ വിഭാഗമാകട്ടെ നിഷേധികളായ ആളുകളാണ്. മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിൽ നടന്ന പോരാട്ടമാണ്. ഈ രണ്ട് വിഭാഗത്തിന്റെ പ്രത്യേകത എന്താ? ഒരു വിഭാഗം അല്ലാഹ് ഉണ്ട് എന്ന് പറയുന്നവരും ഒരു വിഭാഗം അല്ലാഹു ഇല്ല എന്ന് പറയുന്നവരുമാണോ? ഒരിക്കലുമല്ല. രണ്ട് വിഭാഗവും അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകളാണ്. പിന്നെന്താ വ്യത്യാസം? വിശ്വാസികളായ ആളുകൾ അവരുടെ ആരാധനകൾ മുഴുവനും അല്ലാഹ്ക്ക് മാത്രം സമർപ്പിക്കുമ്പോ മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹുവിനെയും ആരാധിക്കും, അല്ലാഹു അല്ലാത്തവരെയും ആരാധിക്കും. അതാണ് വ്യത്യാസം. മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹലടക്കമുള്ള ആളുകൾ, അവർക്ക് പ്രതിസന്ധി കടന്നു വരുമ്പോ അവർ അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും.
കപ്പലിൽ അവർ യാത്ര ചെയ്യുമ്പോൾ കാറ്റിലും കോളിലും പെട്ട് കപ്പൽ ആടി ഉലയുമ്പോൾ അവര് പറയും ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവരെ പറ്റി അല്ലാഹ് പറയാണ്, അവർ ആത്മാർത്ഥമായി അല്ലാഹനെ വിളിച്ച് പ്രാർത്ഥിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അല്ലാഹ് അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ അവർ അല്ലാഹുവിൽ പങ്കു ചേർക്കും. അല്ലാഹനോടും പ്രാർത്ഥിക്കും, അല്ലാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അല്ലാഹ്ക്കും നേർച്ച നേരും, അല്ലാഹു അല്ലാത്തവർക്കും നേർച്ച നേരും. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ബലിയറുക്കും, അതേ അവസരത്തിൽ അല്ലാഹു അല്ലാത്ത അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും വേണ്ടി അവർ ബലിയറുക്കും. അങ്ങനെയുള്ള മുശ്രിക്കുകളും അല്ലാഹനെ മാത്രം ആരാധിക്കുന്ന വിശ്വാസികളും തമ്മിൽ നടന്ന പോരാട്ടമാണിത്. ബദറിന്റെ തലേ ദിവസം അബൂജഹൽ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാഹുവിനോട്, അല്ലാഹുമ്മൻസുർ അക്രമൽ ജുൻദൈൻ. അല്ലാഹുവേ, ഈ രണ്ട് സംഘങ്ങളിൽ ഏറ്റവും ആദരണീയരായ സംഘമാരാണോ അവരെ അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ, അവരെ നീ സഹായിക്കണേ എന്ന അബൂജഹല് കഅബയുടെ കില്ല പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുമ്മൻസുർ അക്രമൽ ഫിഅതൈൻ, ഈ സംഘങ്ങളിൽ ഏറ്റവും ആദരണീയരായവരെ നീ സഹായിക്കണേ എന്ന് ആവർത്തിച്ച് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹല് പ്രാർത്ഥിക്കുന്നു. ആരോടാണ്? അല്ലാഹനോടാണ് പ്രാർത്ഥിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹനോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ ലൻ തുഅബദ ഫിൽ അർളി അബദാ. അല്ലാഹുവേ, ഈ ഒരു കൊച്ചു സംഘത്തെ എങ്ങാനും നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ നീ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാവുകയില്ല. നിന്നെ ആരാധിക്കുന്ന ഈ ചെറു സംഘത്തെ അല്ലാഹുവേ നീ സഹായിക്കണേ എന്ന് പറഞ്ഞ് നേരിട്ട് അല്ലാഹനോട് പ്രാർത്ഥിച്ചു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും. അല്ലാഹു പറയുന്നു, ഇസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിച്ചു, നിങ്ങൾക്ക് മറുപടി നൽകി. അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. 1000ഓളം മലക്കുകളെ ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്നാണ്. മലക്കുകളെ അല്ലാഹ് ഇറക്കി, വിശ്വാസികളെ സഹായിച്ചു. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്, അത്ഭുതമാണത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ബദ്റുണ്ടായത്? വെറുതെ മുശ്രിക്കുകളെ പോയി ആക്രമിക്കാൻ പോയതല്ല. മക്കയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ഒരുപാട് പീഡനങ്ങളും ത്യാഗങ്ങളും സഹിച്ചു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും. പല സ്വഹാബിമാരും അതിക്രൂരമായി കൊല്ലപ്പെട്ടു. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിൻ ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്. ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അങ്ങനെ മദീനയിലെത്തി അവിടെ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ വിശ്വാസികൾക്കെതിരെ ശക്തി പ്രയോഗിക്കാൻ അല്ലെങ്കിൽ വിശ്വാസികൾക്കെതിരെ കരുത്ത് കാട്ടാൻ അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘം പുറപ്പെട്ടു. വിശ്വാസികളുടെ ലക്ഷ്യമെന്താണ്? ആ കച്ചവട സംഘത്തെ ഒന്ന് തടഞ്ഞു വെക്കുക, അല്ലെങ്കിൽ അത് വിശ്വാസികൾക്ക് ഭാവിയിൽ പ്രയാസമായിരിക്കും. വിശ്വാസികൾ അബൂ സുഫിയാന്റെ സംഘത്തെ തടഞ്ഞു വെക്കാൻ തീരുമാനിച്ചു. അതേ സമയത്ത് അബൂജഹലിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘം, സർവായുധ സജ്ജരായ എല്ലാ രൂപത്തിലുമുള്ള പടക്കോപ്പുകളും ഒരുക്കിയ മറ്റൊരു സംഘം വിശ്വാസികളുമായി പോരടിക്കുവാൻ വേണ്ടി തയ്യാറായി പുറപ്പെടുകയാണ്. വിശ്വാസികൾക്ക് മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സർവായുധ സജ്ജരായ സംഘത്തെ അവരുമായി പോരടിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് എളുപ്പമുള്ള കാര്യം ആയുധമൊന്നുമില്ലാത്ത കച്ചവട സംഘത്തെ തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. പക്ഷെ അള്ളാന്റെ തീരുമാനം എന്താണ്? എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി പുറപ്പെട്ട
യുദ്ധക്കോപ്പുകളുമായി പുറപ്പെട്ട സംഘവുമായി പോരടിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദാ ത്വായിഫതൈനി അന്നഹാ ലക്കും. രണ്ട് സംഘത്തിൽ ഒന്നിനെ അള്ളാഹ് നിങ്ങൾക്ക് കീഴ്പ്പെടുത്തുമെന്ന് അള്ളാഹ് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി തകൂന ലക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആയുധമില്ലാത്ത സംഘവുമായി പോരടിക്കാനാണെങ്കിൽ വയുരീദുല്ലാഹു അൻ യുഹിഖൽ ഹഖ്ഖ ബികലിമാതിഹി വയഖതഅ ദാബിറൽ കാഫിരീൻ. അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അവന്റെ വാചകങ്ങൾ കൊണ്ട് ഹക്കിനെ ഹക്കായി സ്ഥാപിക്കാനാണ്, കാഫിറുകളുടെ മുരട് അറുത്തു മാറ്റിക്കളയാനാണ്. ലിയുഹിഖൽ ഹഖ്ഖ വയുബ്തിലൽ ബാത്തില വലൗ കരിഹൽ മുജ്രിമൂൻ. ഹക്കിനെ ഹക്കായി സ്ഥാപിക്കാൻ, ബാത്തിലിനെ വ്യക്തമാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നു. മുജ്രിമീങ്ങൾക്ക്, കുറ്റവാളികൾക്ക് അനിഷ്ടകരമാണെങ്കിലും എന്നാണ്. അള്ളാഹിന്റെ തീരുമാനം ഈ സംഘവുമായിട്ട് പോരടിക്കണം. ഇവിടെ പോരടിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ അഭിപ്രായം ചോദിക്കുന്നുണ്ട്. അവരാരും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്നവരല്ല. പലരുടെയും കയ്യിൽ അവർ സാധാരണ ഉപയോഗിക്കുന്ന ആയുധം മാത്രമേ ഉള്ളൂ. ഒട്ടകത്തിന്റെ എണ്ണമാകട്ടെ, കുതിരയുടെ എണ്ണമാകട്ടെ ഒക്കെ വളരെ കുറവാണ്. ശത്രുക്കൾ 1000-ൽ പരമുണ്ട് അല്ലേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എന്താ ആ സമയത്ത് രണ്ട് സംഘത്തിന്റെ ഈ അവസ്ഥ എന്നറിയോ? വിശ്വാസികളിലുള്ളത് ആകെ 313 ആൾക്കാരാണ്. 82 മുഹാജിറുകൾ, 61 അൻസാറുകളിൽപ്പെട്ട ഔസ് ഗോത്രത്തിൽപ്പെട്ട 61 ആളുകൾ, ഖസറജ് ഗോത്രത്തിൽപ്പെട്ട 170 ആൾക്കാർ. ആകെയുള്ളത് 2 കുതിരകൾ. 2 കുതിരയാണ് ഒരു യുദ്ധത്തിന് വിശ്വാസികൾക്ക് ആകെയുള്ളത്. 70 ഒട്ടകങ്ങള്. ആ ഒട്ടകത്തിന്റെ പുറത്ത് ഇങ്ങനെ മാറി മാറി കയറിയിട്ടാണ് അവർ യുദ്ധത്തിലേക്ക് യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് വിശ്വാസികള് ആ യുദ്ധത്തിലേക്ക് എത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട് സ്വഹാബിമാരോട്, നിങ്ങൾ ഒരുക്കമാണോ? നിങ്ങൾ ഒരുക്കമാണോ? മുഹാജിറുടെ ഭാഗത്ത് നിന്ന് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പറഞ്ഞു, നബിയേ ഞങ്ങൾ ഒരുക്കമാണ്. ബനൂ ഇസ്രായേലുകാരായ ആളുകൾ മൂസാ നബിയോട് പറഞ്ഞില്ലല്ലോ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യും, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. അതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അൻസാറുകളുടെ ഭാഗത്ത് പറഞ്ഞു, നബിയേ നിങ്ങൾ ഒരുങ്ങിക്കോളൂ, ഞങ്ങൾ കൂടെയുണ്ട്. ഒരു സമുദ്രം താണ്ടിക്കടന്ന് യുദ്ധഭൂമിയിലേക്ക് നിങ്ങൾ പോവാൻ ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ് നബിയെ. നിങ്ങളെ സഹായിച്ചവരാണ് ഞങ്ങൾ, നിങ്ങളെ സ്വീകരിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അൻസാറുകളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പേടിയുമില്ല, പേടിക്കേണ്ടതില്ല, ഞങ്ങളുണ്ടാവും കൂടെ. അതാണ് അനുസരണ ബോധം. അതാ യുദ്ധത്തിന്റെ ഒരു പാഠമെന്ന് പറഞ്ഞാൽ. ഒന്ന് തൗഹീദിന്റെ പാഠമാണ്, അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹിന്റെ സഹായം ലഭിച്ച കാര്യങ്ങളാണെങ്കിൽ. 2 അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചപ്പോ അള്ളാഹു നൽകിയ സഹായമാണ് ബദർ നമ്മെ അറിയിക്കുന്നത്. മുശ്രിക്കുകളുടെ അവസ്ഥ എന്താണ്? 1300ഓളം യോദ്ധാക്കളുണ്ട്, 100ഓളം കുതിരകൾ അവരുടെ പക്കലുണ്ട്. ഇങ്ങനെ എല്ലാ രൂപത്തിലുമുള്ള സംഘവുമായിട്ടാണ് അവർ പോരടിക്കുന്നത്. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് സഹായം. ബദറിന്റെ തലേ ദിവസം തന്നെ, ശ്രദ്ധിക്കുക, ബദർ തുടങ്ങുന്നതിന്റെ തലേ ദിവസം തന്നെ മക്കയിലെ മുശ്രിക്കുകളുടെ വിജയം ഉറപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ അവര് നർത്തകിമാരെ ഡാൻസ് ആടി. ബദറിന്റെ തലേ ദിവസം അവർ മദ്യപിച്ച് ഒട്ടകത്തിന് അറുത്ത് വിജയപേരി മുഴക്കി. ബദർ തുടങ്ങിയതിന് മുമ്പ് ആഘോഷം അവർ തുടങ്ങി, അവർ ആർമാദിക്കാൻ തുടങ്ങി. അള്ളാഹു പറയുന്നു, വലാ തകൂനൂ കല്ലദീന ഖറജൂ മിൻ ദിയാരിഹിം ബത്റൻ വരിആ അന്നാസ് വയസുദ്ദൂന അൻ സബീലില്ലാഹ് വല്ലാഹു ബിമാ യഅമലൂന മുഹീത്ത്. അഹങ്കാരത്തോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. അള്ളാഹിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്ന അവരെ പോലെ നിങ്ങൾ ആകരുത്. അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവരാകുന്നു.
വഇദ് സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, പിശാച് അവർക്ക് അവരുടെ പ്രവർത്തനം ഭംഗിയാക്കി തോന്നിപ്പിച്ചു. ശൈത്താൻ വന്നു. ഇബ്ലീസ് സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ ബദറിൽ കടന്നു വന്നു. വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗം ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനന്നാസ് വഇന്നി ജാറുൻ ലക്കും. ഇബ്ലീസ് പറഞ്ഞു, നിങ്ങളെന്ന ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് അഭയമേകുമെന്ന് പിശാച് പറഞ്ഞു. എന്നാൽ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ നഖസ അലാ അഖിബൈഹി വഖാല ഇന്നി ബരീഉം മിൻകും ഇന്നി അറാ മാ ലാ തറൗൻ ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്. ആ രണ്ട് സൈന്യവും പരസ്പരം കണ്ടുമുട്ടിയപ്പോ ഇബ്ലീസ് മലക്കുകളെ കാണാൻ തുടങ്ങി. ഇബ്ലീസ് പറയാണ്, ഇന്നി ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോവുകയാണ്. ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്ത പലതും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ ഭയപ്പെടുകയാണ്. വല്ലാഹു ശദീദുൽ ഇഖാബ്, അല്ലാഹു ശക്തമായി ശിക്ഷിക്കുന്നവനാണ്. ഇബ്ലീസിന്റെ വാഗ്ദാനത്തിന്റെ പിന്നാലെ പോയാൽ ഇബ്ലീസ് ചതിക്കും. പലതും ശൈത്താൻ നമുക്ക് അലങ്കാരമാക്കി തോന്നിപ്പിക്കും. അവസാനം ഒരു വലിയ കുടുക്കിൽ കുടുങ്ങുമ്പോഴാണ് മനസ്സിലാവുക ശൈത്താൻ എന്നെ ചതിക്കുകയായിരുന്നു. ഒരു ചെറിയ ലഹരിയിൽ നിന്ന് തുടങ്ങിയതായിരിക്കും. പിന്നെ ലഹരി ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. പിന്നീട് വ്യഭിചാരത്തിലേക്കോ മദ്യപാനത്തിലേക്കോ തുടങ്ങി കൊലപാതകത്തിലേക്കോ തുടങ്ങി വലിയ തിന്മകളിലേക്ക് വരെ നമ്മൾ എത്തും. ശൈത്താൻ നമ്മളെ ചതിക്കും. നമ്മുടെ അഭിമാനത്തെ പിശാച് ജനങ്ങൾക്ക് മുമ്പിൽ വലിച്ചു കീറും. ശൈത്താന്റെ വാഗ്ദാനം പിൻപറ്റി പോയുള്ള അവസ്ഥയാണ്. യുദ്ധം തുടങ്ങുമ്പോൾ പറയാം, ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ, നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളെ സഹായിക്കും, നിങ്ങൾക്ക് ഞാൻ അഭയാണെന്നൊക്കെ പറഞ്ഞ് വന്ന ആള് അവസാനം മലക്കുകളെ കണ്ടപ്പോൾ പേടിച്ചോടി. പരലോകത്ത് വെച്ചും ശൈത്താൻ കയ്യൊഴിയും. അള്ളാഹുവേ, ഞാൻ അവരെ വിളിച്ചു, അവര് പിൻപറ്റി, എനിക്കൊന്നും ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഒഴിയാൻ ശ്രമിക്കും. അള്ളാഹ് എല്ലാവരെയും ശിക്ഷിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്ന് അള്ളാഹിന്റെ വാഗ്ദാനമാണ് വിശ്വാസികൾക്കുള്ള വാഗ്ദാനം, മറ്റൊന്ന് ശൈത്താന്റെ വാഗ്ദാനമാണ്. വിശ്വാസികൾ അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ മുമ്പിൽ കണ്ട് ജീവിക്കുന്ന ആളുകളാകണം. അള്ളാഹുവിൽ തവക്കുലാക്കി സ്വഹാബിമാർ. നബിയെ, വളരെ കുറഞ്ഞൊരു സംഘം ഇവിടെ പോയി യുദ്ധം ചെയ്താല് നമ്മൾ പരാജയപ്പെടില്ലേ, ഞങ്ങൾക്ക് അതിനൊന്നും കഴിയില്ല എന്നവർ പറഞ്ഞില്ല. അള്ളാഹുവിൽ തവക്കുലാക്കി അങ്ങോട്ട് ഇറങ്ങി. ആൾബലമല്ല, ആയുധബലമല്ല, ഈമാനിന്റെ ബലമാണ് അള്ളാഹിന്റെ സഹായത്തിനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പറയാണ്, ഒരു കാലത്ത് ഭക്ഷണത്തളികയിലേക്ക് തീറ്റക്കൊതിയന്മാര് കടന്നു വരുന്നത് പോലെ ഈ ഉമ്മത്തിനെ ആക്രമിക്കാൻ വേണ്ടി ശത്രുക്കൾ കടന്നു വരും. അപ്പൊ സഹാബിമാർ ചോദിക്കാൻ, നബിയെ, അന്ന് ഞങ്ങൾ കുറച്ച് മാത്രമേ ഉണ്ടാവൂ. നബി പറഞ്ഞു, അല്ല, ബൽ അൻതും കസീർ, അന്ന് നിങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും. പക്ഷെ രണ്ട് രോഗങ്ങൾ നിങ്ങളെ പിടികൂടും. ഒന്ന് ഹുബ്ബുദ്ദുനിയാ, ദുനിയാവിനോടുള്ള സ്നേഹം. രണ്ട് വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാനുള്ള വെറുപ്പ്, മരിക്കാനുള്ള പേടി. ഇത് രണ്ടും സ്വഹാബത്തിനുണ്ടായിരുന്നില്ല. അവര് ദുനിയാവിലേക്ക് വന്നത് പരലോകത്തിന് വേണ്ടിയാണെന്ന് തിരിച്ചറിവുള്ളവരായിരുന്നു. നമ്മൾ അങ്ങനെ തിരിച്ചറിവുള്ളവരാവണം. രണ്ട്, ഇതിൽ മരിച്ചാൽ എനിക്ക് എന്താ ഷഹീദിന്റെ പ്രതിഫലം കിട്ടൂലേ എന്ന് കരുതിയ ആളുകളാണ് അവർ. അള്ളാഹു അവർക്ക് ബദറിന്റെ തലേ ദിവസം നിർഭയത്വം നൽകി. അവരെ ഉറങ്ങി. ഒരു വലിയൊരു യുദ്ധത്തിന്റെ തലേ ദിവസം അള്ളാഹ് അവർക്ക് മനസ്സിന് സക്കീനത്ത് നൽകി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉറക്കം നൽകി. എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഇറങ്ങിയത്. ബദറിൽ മലക്കുകൾ അള്ളാഹു തആല ഇറക്കി. മലക്കുകളോട് അള്ളാഹ് പറഞ്ഞു, ശത്രുക്കളുടെ പിരടി വെട്ടുക, അവരുടെ വിരല് നോക്കി വെട്ടുക. യുദ്ധം കഴിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സാബത്ത് ഇറങ്ങിയപ്പോൾ പലരുടെയും വിരലുകളുടെ അഗ്രങ്ങൾ ഇങ്ങനെ ഛേദിക്കപ്പെട്ടതായിട്ട് കണ്ടു. അവർക്ക് മനസ്സിലായി മലക്കുകളുടെ വെട്ടേറ്റ് മരണപ്പെട്ട ആൾക്കാരാണ് എന്ന്. ശത്രു സൈന്യത്തിന് ഇവരുടെ ഇരട്ടിയെപ്പോലെ തോന്നിച്ചു. അതായത് ശത്രു സൈന്യത്തിന്റെ ഇരട്ടിയുള്ളതായി വിശ്വാസികളെപ്പോലെ അവർ അനുഭവപ്പെട്ടു. അതൊരു വലിയ അനുഗ്രഹമല്ലേ. 1000-ൽ പരം വരുന്ന ആളുകൾക്ക് മുസ്ലിം സൈന്യം അവരുടെ ഇരട്ടിയുള്ളതായിക്കൊണ്ട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി. യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ.
അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു സഹായിക്കും. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ, തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക്, അതിൽ കണ്ടറിയുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രി വഅൻതും അദില്ല, ബദറിൽ വെച്ച് അല്ലാഹു നിങ്ങളെ സഹായിച്ചില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിന്റെ തന്നെ 123-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നു. യൻസുറുകുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അല്ലാഹ് നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല. അല്ലാഹ് നൽകിയത് തടയാനോ തടഞ്ഞത് നൽകാനോ ആർക്കും കഴിയില്ല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ്. ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കണം. ഇങ്ങനെ ഒരുപാട് പാഠങ്ങൾ നൽകുന്ന ഒരു യുദ്ധമാണ് ബദ്ർ എന്ന് പറയുന്നത്. ഒന്ന് തൗഹീദിന്റെ പാഠമാണ്. അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നവരെ അള്ളാഹ് സഹായിക്കുമെന്നത് അള്ളാഹിന്റെ വാഗ്ദാനമാണ്. ഈമാനും ഇസ്തിഖാമത്തും വിശ്വാസവും അതനുസരിച്ചുള്ള നിലയുറപ്പിക്കലുകളും കൃത്യമായ രൂപത്തിലുള്ള ഇസ്തിഖാമത്തോടു കൂടി നേരെ ചൊവ്വെ നമ്മൾ നിലകൊള്ളുകയാണെങ്കിൽ, അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കുകയാണെങ്കിൽ, അള്ളാഹുവോട് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ നമ്മൾ നെഞ്ചേറ്റുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹുവിൻ്റെ സഹായം ഇരു ലോകത്തും നമുക്കുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമത്തേതാണല്ലോ സക്കാത്ത് എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകളും സക്കാത്തിൻ്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല 3 സ്ഥലത്ത് 2 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞു. ഉദാഹരണത്തിന് വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം. അതുപോലെ തന്നെ അനിഷ്കുർലി വലി വാലിദൈക്, നീ എനിക്ക് നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം. അതുപോലെ വഅഖീമുസ്സലാത വആതുസ് സകാത്ത്, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കണം, സക്കാത്ത് നൽകണം. ഈ 2 കൽപ്പനകളും പാലിക്കൽ നമുക്ക് നിർബന്ധമാണ് എന്നാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്ന ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്നതുപോലെ, അള്ളാഹുക്ക് നന്ദി കാണിക്കുന്ന ഒരടിമ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണമെന്നതുപോലെ, നിസ്കരിക്കുന്ന വിശ്വാസിയാണോ, സക്കാത്ത് കൊടുക്കേണ്ട കടമയുള്ളവനാണോ, അവൻ സക്കാത്ത് നൽകിയിരിക്കണം. കൈലാ യകൂന ദൂരതം ബൈനൽ അഗ്നിയാഇ മിൻകും, നമ്മുടെ പണം എന്ന് പറയുന്നത് പണക്കാർക്കിടയിൽ മാത്രം ഇങ്ങനെ ക്രയവിക്രയം ചെയ്യപ്പെടേണ്ടതല്ല. ആ സക്കാത്തിന്റെ അവകാശികൾക്ക് അതിൻ്റെ ഓഹരി നമ്മൾ എത്തിക്കണം. അത് നമ്മുടെ സ്വത്തല്ല. നമ്മുടെ സ്വത്തിൻ്റെ 2.5% അത് പാവപ്പെട്ടവരുടെ അവകാശമാണ് എന്ന് കരുതി അവർക്ക് നമ്മൾ സക്കാത്ത് നൽകുമ്പോൾ പ്രതിഫലം കിട്ടുമോ? സ്വതക്ക, സാധാരണ സ്വതക്കയേക്കാൾ പ്രതിഫലം കിട്ടും സക്കാത്ത് നൽകിയാൽ. അത് അവരുടെ സ്വത്താണ്, അവരുടെ അവകാശമാണെന്ന് കരുതി നമ്മൾ നൽകുമ്പോൾ നമുക്കൊരു കുറവും വരുന്നില്ല. ആ സ്വതക്ക നമുക്ക് വർധനവുണ്ടാവാനുള്ള കാരണമാണ്. ആ പാവപ്പെട്ടവരുടെ അവകാശം നമ്മൾ പിടിച്ചു വെച്ച് അത് നൽകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അക്രമമാണ്. അള്ളാഹ് അവർക്ക് നൽകാൻ വേണ്ടി നമുക്ക് ഏൽപ്പിച്ചതാണ്. ഇല്ലെങ്കിൽ നമ്മൾ മരണസമയത്ത് ഖേദിക്കേണ്ടി വരും. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ, റബ്ബേ കുറച്ചുകൂടി അവധി നീട്ടിത്തരണേ, എങ്കിൽ ഞാൻ സ്വതക്ക നൽകാം, ഞാൻ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടാം എന്ന് അപ്പ പറയും. ഇപ്പൊ പറഞ്ഞോട് കാര്യമില്ല. സ്വർണവും വെള്ളിയും ഒക്കെ കൂമ്പാരമാക്കി കൂട്ടിവെക്കുന്നവരെ പറ്റി അല്ലാഹ് പറയാണ്, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. ആഭരണങ്ങളും മറ്റും ഇങ്ങനെ എടുത്തു വെക്കുന്നുണ്ടല്ലോ, സക്കാത്തൊന്നും നോക്കാതെ, ഇതൊക്കെ എൻ്റെ സ്വത്താണ്, ഇതൊക്കെ എനിക്കുള്ള മുതലാണെന്ന് ഇങ്ങനെ കരുതി ഒരുമിച്ച് കൂട്ടിവെക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അല്ലാഹ് പറയണം, അവർക്ക് വേദനാജനകമായ ശിക്ഷയെപ്പറ്റി നീ സന്തോഷ വാർത്ത അറിയിക്കുക.
യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം ഫതുക്വാ ബിഹാ ജിബാഉഹും വജുനൂബുഹും വളുഹൂറുഹും. നാളെ പരലോകത്തോടെ നെറ്റിയിലും പിരടിയിലും പുറം ഭാഗത്തുമൊക്കെ വെച്ച് അത് ചൂടാക്കി പൊള്ളിക്കുമെന്നാണ്. അവരോട് പറയും, ഹാദാ മാ കനസ്തും ലി അൻഫുസിക്കും, ഇതാ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ശേഖരിച്ചു വെച്ചത്. ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, നിങ്ങൾ ശേഖരിച്ചു വെച്ചത് കൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നവരോട് പറയപ്പെടുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ ആതാഹുല്ലാഹു മാലൻ, ആർക്കെങ്കിലും അല്ലാഹു സമ്പത്ത് നൽകുകയും ഫലം യുഅദി സകാതഹു, ആ ധനത്തിന്റെ സകാത്ത് അയാൾ നൽകാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, മുസ്ലില ലഹു മാലുഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ അഖറഅ ലഹു സബീബതാനി യുതവ്വിഖൂനഹു യൗമൽ ഖിയാമ, വിഷമുള്ള പാമ്പ് അല്ലെങ്കിൽ തേൾ അതുപോലുള്ള വിഷം നൽകി 2 തലകളുള്ള സർപ്പങ്ങളായി ഇവനെ ഇങ്ങനെ കൊത്തുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇത് നരകത്തിലെ അവസ്ഥയാണ്. ഇപ്പൊ സക്കാത്ത് നൽകാത്തവർക്ക് നരകാന്നാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ സമ്പത്തിന്റെ വിശുദ്ധി അത് സക്കാത്തിലൂടെ മാത്രമേ ലഭിക്കുള്ളൂ. സക്കാത്ത് നൽകാതെ നമ്മൾ പിടിച്ചു വച്ചാൽ നമ്മുടെ മുഴുവൻ സമ്പത്തും അശുദ്ധമാകാൻ അത് കാരണമായി തീരുമെന്ന് മനസ്സിലാക്കി. അത് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ കൃത്യമായി അതിൻ്റെ കണക്കൊക്കെ നോക്കി, നമുക്കറിയില്ലെങ്കിൽ കണക്കൊക്കെ നോക്കാൻ അറിയുന്ന ഒരാളെടുത്ത് പോയി അതിൻ്റെ 2.5% മറ്റു സ്വർണത്തിൻ്റെ ആണെങ്കിൽ അങ്ങനെ, കൃഷിൻ്റെതാണെങ്കിൽ അങ്ങനെ ഒക്കെ കൃത്യമായി നോക്കി അതിൻ്റെ അവകാശികൾക്ക് അത് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മഴ പോലും ലഭിക്കാതിരിക്കാനുള്ളൊരു കാരണം ആൾക്കാർ മര്യാദക്ക് സക്കാത്ത് കൊടുക്കാത്തതുകൊണ്ടാണ്. നബി പറയാ, വലം യംനഉ സകാത്ത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, ജനങ്ങൾ കൃത്യമായി സക്കാത്ത് നൽകാതിരുന്നാൽ ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴയുടെ അളവിൽ പോലും കുറവുണ്ടാവും, മഴ പോലും ലഭിക്കാതിരിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ സക്കാത്തിന് പുറമെ മറ്റു ഐശ്ചികമായ സ്വതക്കകളും നമ്മൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റിനേക്കാൾ സ്വതക്ക നൽകിയ മാസമാണ് റമളാൻ. കൊടുത്താൽ കുറയൂല. മാ നഖസത് സ്വതക്കത്തും മിൻ മാൽ, സ്വതക്ക ഒരിക്കലും ധനത്തിൽ കമ്മി വരുത്തുകയില്ല. അൻഫിഖ് യാ ഇബ്ന ആദം ഉൻഫിഖ് അലൈക്, ഓ മനുഷ്യ നീ ചെലവഴിക്കേ, എങ്കിൽ നിന്റെ പേരിലും ചെലവഴിക്കപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എല്ലാ ദിവസവും 2 മലക്കുകൾ ഇറങ്ങി വരും. ഒന്നാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അൻഫിഖ്, അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫാ, അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ നൽകുന്നവനെ നീ വീണ്ടും നൽകണേ. രണ്ടാമത്തെ മലക്ക് പറയും, അല്ലാഹുമ്മ അതി മുംസികൻ തലഫാ, നൽകാതെ പിശുക്കി വെക്കുന്നവന് നീ നാശം വരുത്തണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്ന റസൂല് പറഞ്ഞത്. നൽകിയാൽ നമുക്ക് കിട്ടാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ഒന്നാമത് സക്കാത്തിന്റെ ഓഹരി അത് കൃത്യമായി അതിൻ്റെ ആളുകൾക്ക് നൽകി ആ നിർബന്ധമായി നൽകേണ്ടത് ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യുക. അതിൻ്റെ പുറമെ ഐശ്ചികമായ സുന്നത്തായ സാധാരണ നിലക്കുള്ള സ്വതക്കുകൾ നൽകി, പ്രത്യേകിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അഥവാ പള്ളിക്ക് മദ്രസിന് വേണ്ടി നമ്മുടെ ജാമിയ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി നമ്മൾ നൽകും. അത് സ്വതക്കത്തുൻ ജാരിയയാണ്, നിലനിൽക്കുന്ന ഒരു സ്വതക്കയാണ് എന്ന് മനസ്സിലാക്കി ഈ റമളാനിൻ്റെ അവസരങ്ങൾ അതിനു വേണ്ടിയോ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഞങ്ങളുടെ നാട്ടിൽ നമ്മുടെ ഒരു പ്രവർത്തകൻ ഇബ്രാഹിം ഖാ എന്ന് പറയും, അദ്ദേഹം ഇന്ന് രാവിലെ മരണപ്പെട്ടു. വളരെ സജീവമായി നമ്മുടെ ഈ ആദർശ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വളരെ പാവപ്പെട്ട ഒരാളാണ്. ഇന്ന് രാവിലെ അദ്ദേഹം മരണപ്പെട്ടു. അല്ലാഹു തആല അദ്ദേഹത്തിന് എല്ലാ രൂപത്തിലുമുള്ള മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പല സഹോദരങ്ങളും, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട പല സഹോദരങ്ങളും ഇവർ ഇന്ന് നമ്മുടെ കൂടെ പള്ളിയിലേക്ക് വരാൻ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ, അല്ലാഹു തആല അവർക്കെല്ലാം സമ്പൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്കെല്ലാം അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും ഷിഫാഇനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പല ആളുകളും, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞ അല്ലാഹു തആല അവർക്കെല്ലാം അവരുടെ ഖബറിടം വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം
അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുടുംബപരമായി വിവാഹരംഗത്ത് ഒക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങൾ അല്ലാഹു തആലയ്ക്കെല്ലാം അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. رب ارحمهما كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تؤاخذنا إن نسينا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.